ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നൊരു അയലക്കറിയാണ് വെക്കുന്നത്. ഇതൊരു 1/2 കിലോ അയലയുണ്ട്. അയലയ്ക്ക് വേണ്ടുന്ന പൊടികൾ: മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ചട്ടി ചൂടാക്കി വെച്ചേക്കും. നമുക്കൊന്നുകൂടി ഒന്ന് കത്തിച്ചു. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാമേ. കുറച്ചെണ്ണ മതി, ഒരുപാട് വേണ്ട. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇടിച്ച് വെച്ചിരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഈ എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്കിത് കടുക് വറുത്ത് ഉലുവയും ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാനൊരു മധുരക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ കൂടെ മീനിൻ്റെ കൂടെ കഴിക്കാൻ ഉത്തമമായിട്ടുള്ള ഇതാണ്. മധുരക്കിഴങ്ങിൽ ഒരുപാട് പൊട്ടാസ്യവും ഒരുപാട് ഗുണങ്ങളാണ് മധുരക്കിഴങ്ങിലുള്ളത്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടൊരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മളിത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഷുഗറിൻ്റെ അംശമൊക്കെ അതിൽ നിന്ന് പോകും. ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഇത് അങ്ങനെ തന്നെ വേണം നമ്മൾ കഴിക്കാൻ. എന്നിട്ട് നമ്മളൊരു കോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. വെന്തോന്നൊരു 1/2 മണിക്കൂർ നമ്മൾ മാക്സിമം വെള്ളത്തിൽ തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. പിന്നെ ബാക്കി ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. ഷുഗറിൻ്റെ അംശം ഇതിൽ ധാരാളമായിട്ട് ഉണ്ട്. അതങ്ങ് കുറഞ്ഞ് കിട്ടും. ഈ 1/2 മണിക്കൂർ ആ വെള്ളത്തിൽ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇതങ്ങ് കുറയും. അപ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത്തിരി കടുക്, നമുക്കിതിൽ കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എടുക്കാം. നമുക്കിത് കടുകിട്ടൊന്ന് പൊട്ടുമ്പോഴത്തേനും നമുക്ക് കടുകിട്ട് അപ്പോഴത്തേനും നമുക്ക് ഇത്തിരി ഉലുവ കൂടി, ഇത്രയും മതി, ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും പൊട്ടി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഇടിച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇത്രയുണ്ട്. അത് ഇട്ട് കൊടുക്കും. നമ്മൾ നന്നായിട്ട് മീനിനകത്ത് ചേർത്താൽ നമുക്ക് നല്ല ടേസ്റ്റാണ്. മീൻ നന്നായിട്ട് ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര ഇടിഞ്ഞാൽ മതി. നമ്മൾ ഈ മിക്സിയിൽ ചതയ്ക്കുന്നതിലും ടേസ്റ്റ് ഇതാണ്. നമ്മുടെ ഈ കപ്പക്കിഴങ്ങ് നന്നായിട്ട് വെന്തത് കുഴഞ്ഞു. അപ്പോൾ ഞാൻ അതിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കപ്പക്കിഴങ്ങിലേക്ക് നമ്മൾ ലാസ്റ്റ് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കോരിയൊന്ന് മാറ്റാം. ഒരു ഒറ്റ കപ്പക്കിഴങ്ങായിരുന്നു അത്. നമ്മുടെ ഇത് ഒന്ന് ചൂടായി വരും. പിന്നെ നമുക്ക് ഉപ്പും മുളകും പൊടിച്ചതെടുക്കാം. ഇപ്പം ഞാൻ മീനുള്ളത് കൊണ്ട് ഞാൻ ഓഫാക്കി. ഇങ്ങനെ ഇതെടുത്ത് വേവിച്ച് ഒറ്റ കപ്പക്കിഴങ്ങാണ്. നല്ല കപ്പക്കിഴങ്ങാക്കുന്നു. കപ്പക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, വേറെ എന്തൊക്കെയോ പേര് പലയിടത്ത്, പാലക്കാടൊക്കെ വേറെ പേരാണെന്ന് തോന്നുന്നു. വേണ്ട ഇത്രയും കപ്പക്കിഴങ്ങുണ്ട്. നമുക്കിത് അടച്ചു വെക്കാം. അത് നമുക്കിത് മീനിൽ നോക്കാം. നല്ല ചുമന്ന് തുടങ്ങി. തീയൊക്കെ കുറച്ചിട്ട് ഞാൻ ഇതിനകത്തേക്കുള്ള ഈ പൊടികൾ ഇത്രയും കൂടി ഇതിലിട്ട് കൊടുക്കും. നമുക്ക് പൊടി കുറച്ചുകൂടെയൊക്കെ എരി വേണ്ടുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് ഇളക്കിയിട്ട് നമ്മൾ എരിയൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ഇട്ട് നല്ലതാണ്. പുളിമുളക് അരച്ച് വെക്കുന്ന മീനല്ലേ. നമുക്കിത് നന്നായിട്ട് കൊടുക്കാം. തീ കുറയ്ക്കണേ. തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കുവാണ്. എന്നിട്ട് നമ്മളിതൊന്ന് ഇളക്കി ഒരു കറുപ്പ് നിറമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ കുടംപുളിയുടെ ഞാൻ പറഞ്ഞില്ലല്ലോ, കുടംപുളി അതുകൊണ്ട് ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളി നന്നായിട്ട് നമുക്ക് ചേർക്കാം എല്ലാ മീനിനും. ചിലർ കുടംപുളി ഒരുപാട് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ മീൻ വെച്ച് കഴിയുമ്പോൾ പുളി അങ്ങെടുത്ത് ഇതിൽ നിന്ന് മാറ്റിയാൽ മതി. ഒരുവിധം ചുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക്
ഈ പുളിയൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പൊടിയുടെ എല്ലാം കൂടെയുള്ള പാത്രത്തിലേക്കും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഞാനിതിലേക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം. നമുക്ക് നല്ലപോലെ ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. എങ്കിലേ നമുക്ക് ആ മീൻ വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് കാണും. ഒരു 3 ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നമുക്കിത് വെച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിളച്ച് ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒന്ന് വെള്ളത്തിലിറങ്ങി വരുമ്പോഴത്തേനും നമുക്ക് ഈ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. നമ്മൾ കപ്പക്കിഴങ്ങോ അല്ലെങ്കിൽ ചീനിയോ എന്തെങ്കിലും നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മൾ ചോറുണ്ണരുത്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ വേറെ ഒന്നും കഴിക്കാതിരുന്നാൽ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ ഇതും കിട്ടും. ഇപ്പം അയില, ചാള എന്നുള്ള മീനൊക്കെ സൂപ്പർ മീനാണ്. നമ്മുടെ മീനാണെങ്കിൽ മീനിൻ്റെ ഈ ഒരു അരപ്പ് തിളച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉപ്പും ഇട്ട് എല്ലാം വെച്ചേക്കുവാണ്. കറിവേപ്പില ഒന്നുകൂടി ഞാൻ പറയാം. ഇതിൻ്റെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയാണ് ഞാനിതിൽ ഈ ഇടികല്ലിൽ ചതച്ച് വെച്ചിട്ടാണ് കടുക് വറുത്തിട്ട് ഉലുവ, കടുക് ഇത്രയും ഇട്ടിട്ടാണ് ഞാനിതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചത്. പുളിയെന്ന് പറഞ്ഞാൽ കുടംപുളി ഉണ്ട്. അത് നല്ല ഔഷധമുള്ള പുളിയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്കത് നല്ല മീനായിരുന്നു. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ടേസ്റ്റും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കിടന്ന് ഈ മീൻ പെല്ലെ വെന്ത് വരട്ടെ. മീനാണെങ്കിൽ ഏത് മീനാണെങ്കിലും നമ്മൾ കഴുകുമ്പോൾ ആദ്യം നമ്മൾ മീൻ കൊണ്ടുവരുമ്പോൾ കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം മീനിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കാൻ. അങ്ങനെ കുറേ സമയം നമ്മൾ ഇട്ട് വെച്ചതിന് ശേഷം വേണം നമ്മളിത് ബാക്കി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാൻ, മീൻ കണ്ടിക്കാനും ഒക്കെ ആയിട്ട്. നമ്മുടെ മീനിങ്ങനെ തിളച്ച് വേവാറായി വരുമ്പോൾ പിന്നെ മീനിട്ട് ഇളക്കരുത്. തവിയിട്ട് ഒരുപാട് ഇളക്കരുത്. ഇളക്കിക്കഴിഞ്ഞാൽ മീൻ ഇളകി അതിനകത്ത് വീഴും. കട്ടി കുറഞ്ഞ മീനാണെങ്കിൽ ഫുള്ളായിട്ട് ഇളകിക്കും. ഇത് നമുക്ക് ഇനി ഇത് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ച് നമ്മുടെ കറി ഇങ്ങനെ കുറച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ അനക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഈ ചട്ടിയോടെടുത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് കറക്കണേ. അല്ലെങ്കിൽ നമ്മൾ അനക്കാതെ മീനിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പം മീൻ പൊടിഞ്ഞു പോകത്തുമില്ല, അതങ്ങനെ കിടന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അറിയത്തില്ലെങ്കിൽ അവർ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ചെയ്യണം. ഇങ്ങനെ ഇളകി വീഴുന്ന മീനാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇളകുന്ന മീനാണെങ്കിൽ പെട്ടെന്ന് ഇളകി അതിൽ വീണു പോകും. ഇത് ഒരു രക്ഷയില്ലാത്ത രുചിയുണ്ട്. ഉപ്പ്, പുളി എല്ലാം അടിപൊളി രുചിയാണ്. അല്ലെങ്കിൽ തന്നെ അയിലക്കറിക്ക് നല്ല ടേസ്റ്റ് അല്ലേ. അത് കുറച്ചുകൂടി ഒന്ന് കുറവ്. ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ടുണ്ട്. അത് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോഴേ നമ്മൾ ഈ പുളി പുളിയല്ല നമ്മൾ മീനിട്ട് കൊടുക്കാവുള്ളേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഭവം ഞാൻ കാണിച്ചല്ലോ. ഈ ഒരു കപ്പക്കിഴങ്ങും ഈ മീനും ഒക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വിഭവമായിട്ട് വെച്ചത്. അപ്പോൾ ഇത് നമുക്കിതിനോടൊപ്പം തന്നെ ചോറുണ്ണേണ്ട കാര്യമില്ല. ചോറുണ്ണുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇത് കുറച്ചെടുത്തിട്ട് ചോറ് കൂടി ഉണ്ണാം. ഈ മീൻ കറി സൂപ്പറാണ് കേട്ടോ. ഇതുപോലെ കറി നിങ്ങളുണ്ടാക്കണം. ഇതിങ്ങനെയല്ല ആവുന്നത്. കുറച്ച് നേരം ഇങ്ങനെ കിടക്കുമ്പോൾ തീ കുറച്ച് നമുക്ക് ഇടാം. കുറച്ച് നേരത്തേക്ക് ഇതിങ്ങനെ കുറുവി വരുമ്പം അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. നല്ല ചുറ്റും കണ്ടോ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വന്ന് കുറച്ച് നേരം കൂടി മീനിനൊന്നും ഒത്തിരി വേവില്ല. കുറച്ച് നേരം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേനും ഈ മീൻ പാകമാവും. നമുക്ക് കപ്പക്കിഴങ്ങും ഈ മീൻ കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു മീൻ കറി, അതിനോടൊപ്പം തന്നെ നമ്മുടെ കപ്പയോ ചീനിയോ മധുരക്കിഴങ്ങോ എന്തോന്ന് വെച്ചാൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ്. വെറും ചോറിന് നമുക്ക് ഇത് നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ഇടണം. ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് കമൻ്റ് ഇട്ട് പറയണേ. അപ്പം ഞാനത് അടച്ചേക്കാണ്. എല്ലാവർക്കും നന്ദി.